ഹായ് ആൾ എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പച്ചത്തൂര കൊണ്ടുണ്ടാക്കിയ ഒരു തനി നാടൻ കറിയാണ്. ഇത് ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് വളരെയധികം രുചികരവും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റാവുന്ന വളരെയധികം സ്വാദിഷ്ടമായ ഒരു പച്ചത്തൂര കറിയാണ്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ നമുക്ക് പ്രിപ്പറേഷൻ കാണാം. ഇതുണ്ടാക്കാനായിട്ട് ഏകദേശം 350 ഗ്രാമോളം പച്ചത്തൂര എടുത്തിട്ടുണ്ട്. വിൻ്റർ സീസണിൽ നല്ല വലിപ്പത്തിലുള്ള പച്ചത്തൂര ഇവിടെ കിട്ടും. ഇനി ഇതിനെ കഴുകി വൃത്തിയാക്കി വേവിക്കാം. ഇവിടെ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ 2 വിസിൽ അടിച്ചെടുത്താൽ മതി. എങ്ങനെ വേവിച്ചാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഇനി കറിക്കുള്ള മസാല വഴറ്റുന്നതിനായിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം, അതുപോലെ 25ഓളം ഉള്ളി, അതേ അളവിലുള്ള ഒരു മീഡിയം സൈസ് ഒനിയൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, പിന്നെ 2-3 അധികം എരിവില്ലാത്ത പച്ചമുളകിൻ്റെ കഷ്ണങ്ങളും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതൊരു 3 മിനിറ്റോളം വഴറ്റിയാൽ മതി. കാരണം ചേർത്ത് കൊടുത്ത ഉള്ളിയുടെയും സവാളയുടെയും കളറൊന്ന് ചേഞ്ചായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. വഴറ്റി കൂടുതൽ ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ എരിവുള്ളതും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി മിക്സ് ചെയ്താണ്. അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ സാമ്പാർ പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണിൽ താഴെ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. സാമ്പാർ പൊടി ചേർത്തുകൊണ്ട് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നല്ല പാകമായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/4 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കായപ്പൊടി വീണ്ടും ഇതിൽ ചേർക്കുന്നതാണ്, അതുകൊണ്ടാണ് ആദ്യം 1/4 സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് നേരത്തെ വേവിച്ച് മാറ്റിവെച്ച പച്ചത്തുവരയാണ്. ഒരെണ്ണം എടുത്ത് ഇതേപോലെ വിരലിൽ പ്രസ് ചെയ്യുമ്പോൾ അറിയാം അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. പച്ചത്തുവര ആയതുകൊണ്ട് അത് കാണുമ്പോൾ വെന്ത് ഉടഞ്ഞിട്ടില്ല എന്ന് തോന്നും, പക്ഷേ ഇത് നന്നായിട്ട് വേവുന്നതാണ്. അപ്പോൾ തുവര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കണേ. പുളിയുടെ അളവ് കറിക്ക് എത്രത്തോളം വേണമെന്നുള്ളത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം നല്ലതുപോലെ തിള വരുന്നവരെ ഇതൊന്ന് അടച്ച് വേവിക്കണം. അധികം സമയമൊന്നും ആവശ്യമില്ല. 5-6 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നതാണ്. ഇതാ ഇവിടെ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. ഏകദേശം 150 ഗ്രാമോളം സാമ്പാർ പരിപ്പ് വേവിച്ചുടച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതാണ് ഈ കറിക്ക് കൂടുതൽ കൊഴുപ്പ് നൽകുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിൻ്റെ ടൊമാറ്റോയുടെ കഷ്ണങ്ങളാണ്. സാമ്പാർ മസാല ചേർത്തുകൊണ്ട് ഉലുവയും പരിപ്പും ചേർക്കുമ്പോൾ വളരെയധികം രുചിയാണ് ഈ നാടൻ കറിക്ക് കിട്ടുന്നത്. ഇനി ഇത് നല്ലതുപോലെ തിള വരുന്നത് വരെ അടച്ചൊന്ന് വേവിക്കാം. ഇതാ ഇവിടെ കറി നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അതുപോലെ ഇനി ഇത് തിളച്ചതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇത് ചട്ടിയുടെ ചൂടിലിരുന്നു കൊണ്ട് തന്നെ കൂടുതൽ കുറുകി കട്ടിയായിട്ട് വരുന്നതാണ്. ഇനി കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കടുക് താളിക്കാനുണ്ട്. അതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളും, അതുപോലെ തന്നെ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കേണ്ട. അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതും കുറച്ച് ഉണക്കമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1/4 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ കടുവറുത്താൽ നല്ല മണമായിരിക്കും കറിക്ക് കിട്ടുക. ഇനി ഇത് ചൂടോടുകൂടി തന്നെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ചേർത്ത് കാരണം ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്തിരുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചൂടോടുകൂടി തന്നെ കറിക്ക് മുകളിൽ ഒഴിച്ചപ്പോൾ എന്തൊരു മണമാണെന്നറിയാമോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല എല്ലാത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു നാടൻ കറിയാണ്.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.